പാസ്റ്ററെ, ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയട്ടെ. യേശുവിൻ്റെ അടുത്തൊരു ധനികനായ യുവാവ് വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഈ കൽപ്പനകളൊക്കെയും അനുസരിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ യേശു അവനോട് പറയുന്നത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും, നിനക്കൊരു കുറവുണ്ടെന്നു. അപ്പോൾ അത് കേട്ട് അദ്ദേഹം യേശുവിന്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നതായിട്ട് യേശു പറയുന്നുണ്ട്. ധനവാൻ ധാരാളം ധനമുള്ളവനായോണ്ട് അവൻ ദുഃഖത്തോടെ പോയിരുന്നു. യേശു എന്തിനും പറയാൻ, ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും. അപ്പം ആ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എന്നിട്ട് യേശു കറക്റ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. ശിഷ്യന്മാർ ഡൗട്ട് ചോദിച്ചു, അയ്യോ അങ്ങനെയാണെങ്കിൽ ധനവാൻ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകുന്നു പറയുന്നത്? അവന്റെ ആശ്രയം ധനത്തിലായതുകൊണ്ട്. അതിനെപ്പറ്റി പാസ്റ്ററിന്റെ ഒരു വിശദീകരണം. തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവം അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിക്ഷേപം എവിടെ? അവിടെയാണ് ഹൃദയം. ഇവിടെ ഇവന്റെ നിക്ഷേപം ഈ ധനത്തിലായിരുന്നു. ഈ ദൈവത്തെ നമ്മളൊന്നും പഠിപ്പിക്കണോ? എന്തിനും പഠിപ്പിക്കണോ? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഇവിടെ അകമേ ഉള്ളത് നോക്കുന്നു. അപ്പൊ ദൈവം അകമേ ഉള്ളത് നോക്കുമ്പോൾ ഈ ദൈവം ഇവനെ പഠിച്ചു. എന്തായാലും ഇരമ്യാവിനോട് പറയുന്നില്ല, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് ഇവനെ അറിയാം. കാരണം അവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ആദ്യം വന്ന് പറയുന്നു, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ. കാരണം അന്നത്തെ കാലത്ത് ഒരു യൗവനക്കാരൻ വന്ന് അങ്ങനെയൊക്കെ പറയാൻ വന്നത് ചെറിയ കാര്യമല്ല. എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നു. കർത്താവ് പറഞ്ഞു കൽപ്പനകൾ അനുസരിക്കാൻ പറഞ്ഞു നിത്യജീവൻ. അന്നേരം അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു, ബാല്യം മുതലേ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. കർത്താവ് പറഞ്ഞു, ഒരു കുറവുണ്ട് നിനക്ക്, ആ ഒരു കുറവ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ നീതിയും കൊണ്ട് ദൈവത്തിനിടയ്ക്ക് ചെന്നാൽ എപ്പോഴും ദൈവം ഒരു കുറവുണ്ടെന്ന് പറയും. കാരണം വചനം പറയും, നമ്മുടെ നീതി പ്രവൃത്തികൾ അവൻ്റെ മുമ്പിൽ കറ പുരണ്ട വസ്ത്രം പോലെ. ദൈവം അതിനകത്തൊരു കുറവ് പറയും, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക. അപ്പം അവൻ അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പേ ഒരു ഭാഗം തൊട്ടു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പം നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം ഇരിക്കുന്നു. ഇവൻ പറയാം, വൈ നോട്ട്, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പൊയ്ക്കോളാൻ കർത്താവ് പറഞ്ഞാൽ. മനസ്സിലായോ? ഇവൻ എന്തുകൊണ്ടാണ് ദുഃഖത്തോട് പോയത്? കർത്താവെ അങ്ങനാണെങ്കിൽ ഞാൻ റെഡിയാ. അതായത് ഇപ്പം അബ്രഹാമിന്റെ അടുത്ത് മകനെ ചോദിച്ചപ്പോ അബ്രഹാം കൊടുക്കാൻ തയ്യാറായി. അതേ ഒരു അബ്രഹാമിന് മകൻ മാത്രമല്ല, ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാൻ എല്ലാം വിട്ടില്ലേ. ലോത്തിനെ മാത്രമേ വിടാഞ്ഞേ, ബാക്കിയെല്ലാം വഴിയിലല്ലേ ദൈവം നന്മകളെല്ലാം കൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചാല്, ദൈവം ഹൃദയങ്ങളെയാണ് അറിയുന്നത്. ആ മനോഭാവം എന്തിനാണ് അപ്പോസ്തലന്മാരുടെ സമയങ്ങളിൽ എല്ലാം വിറ്റ് അവർ കണ്ടില്ലേ, വസ്തുവകൾ. ഇപ്പം അത് പ്രാക്ടിക്കലായിട്ടില്ല. എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോക്കും. അപ്പം അനന്യാസും സഭീറയും വസ്തു വിറ്റിട്ട് എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ നീതിപൂർവ്വം ഒരു പ്രവർത്തിച്ചില്ല, അല്ലേ? ഒരു വ്യവസ്ഥയായിരുന്നത്, ഒരു നിയമം. അത് എന്തിനാ വെക്കെന്ന് ചോദിച്ചാൽ, ഈ ദശാംശം പോലും ദൈവം എന്തിനാ പറയും? ദശാംശം ഒന്ന് പേരിടണ്ട. എന്തിനാണ് ദൈവത്തിന് നന്മകൾ കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ? എന്താ കാരണം? എന്തോ കാരണം നമ്മൾ വില്ലിങ് ആണോ നമ്മുടെ എന്തും കൊടുക്കാൻ? അതാണ് നമ്മൾ. ഇപ്പം ഞാൻ പണ്ടൊരു അച്ഛൻ എന്നോട് ഒന്ന് പറഞ്ഞു, പക്ഷേ ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇടമീറ്റിങ്ങിന് എടുത്തൊരു അച്ഛൻ, അതും 1 കോടിയുടെ ചെറിയ സംഭവമൊന്നുമല്ല. പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ ഈ സഭയെ പറയുന്നുണ്ട്, പലരും ചിരിക്കാറുണ്ട് ഇത് കേട്ട്. അടിച്ച പകുതി ഭാഷണ. അപ്പം എനിക്ക് മുഖത്ത് നോക്കി പറഞ്ഞ മടിയില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് അടിക്കത്തില്ല, ഞാൻ ലോട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഒന്നാമത് ഇത് അടിക്കത്തില്ല. അടിച്ചാലും അച്ഛനെ പകുതി പോയിട്ട് ഒന്നും തരത്തില്ല. കാരണം എന്താണെന്നറിയാം, എനിക്ക് എന്തുകൊണ്ടത് പറയാൻ കഴിയും. ഇപ്പം നമുക്ക് സഭയത്തെ പലരും അറിയാമല്ലോ, പാസ്റ്ററെ വസ്തു വിൽക്കാൻ പ്രാർത്ഥിക്കണേ, വസ്തു വിറ്റാൽ ഞാൻ ഇന്നത് നമ്മൾ ഒന്നും കേൾക്കണ്ട നിങ്ങൾ. കാരണം അത് വിൽക്കട്ടെ. കേൾക്കുന്നുണ്ടോ? ചിലരത് വിശ്വസ്തയോട് ചെയ്യും. കാരണം അവരതിനെ സ്നേഹിച്ചിട്ടില്ല. അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും, അല്ലേ? അത് ദൈവത്തിൻ്റെ ആണെങ്കിൽ പ്രാർത്ഥിച്ച ദേവദാസൻ, അല്ലെങ്കിൽ ഞാൻ പ്രോപ്പർട്ടിന് എനിക്കൊരു നന്മ നിന്ന ചിലർ ചെയ്യത്തില്ലല്ലോ, ചിലർ പ്രവർത്തിക്കത്തില്ല, അല്ലേ? ഇന്നും എന്താണ് ഈ ജോലി ചെയ്യുന്നവർ നമ്മൾ തൊട്ട് പറഞ്ഞില്ലയോ, ഈ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നവരുണ്ടോ? ഈ ദശാംശം ഞാനാ കൃത്യമായിട്ട് ദശാംശം കൊടുക്കും. 5-6 മാസം കൊണ്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നതാണ് ദശാംശം. അന്ന് അവരുടെ വിളവുകൾ എന്നല്ലേ, അത് മാസമാ വരുമാനമെങ്കിൽ മാസം, ആഴ്ചയിലാണ് ആഴ്ചയിൽ, അത് ദൈവത്തിന് കൊടുക്കുന്നതല്ലേ. ഇപ്പം ഇവിടെ ഇവൻ്റെ ഹൃദയമാണ് ദൈവം നോക്കി. അബ്രഹാമിനോട് ദൈവം ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിന്റെ വെള്ളിയും പൊന്നും അങ്ങനെയുള്ളത് വിൽക്കാൻ പറഞ്ഞോ ദൈവം? ആ സ്നേഹം, അതായത് അബ്രഹാമിന്റെ ക്യാരക്ടർ, ദൈവം എന്തെല്ലാം അവസരം കൊടുക്കുന്നു അവിടെ എല്ലാം കൂടാരം പണിയുക, പ്രാർത്ഥിക്കുക, അല്ലേ? എവിടെയൊക്കെ തെറ്റെയ്തിട്ടുണ്ട്, വീണ്ടും അവിടെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞു വന്നപ്പോൾ ആ ശ്രദ്ധ കുഞ്ഞിലേക്ക് വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് മാറുന്നുണ്ടോ? അപ്പം ധനമല്ല വിഷയം, ദാരിദ്ര്യമല്ല,
ദാരിദ്ര്യം ശാപത്തിൽ കിടക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഒരാളോട് പറയും എനിക്കൊന്നും വേണ്ട, എനിക്ക് ദൈവം തരുന്ന മതി. ഞാൻ പറഞ്ഞ ആ വ്യക്തി സെൽഫിഷ് മാനെന്ന സ്വാർത്ഥത. കാരണം ആരെയും സഹായിക്കണ്ട. അത് ഒരു തരത്തിലൊരു സ്വയം നീതീകരണമല്ലേ? അതായത് ഞാൻ ഭയങ്കര ഭക്തനാ, ഇതൊന്നും ആവശ്യമില്ല, ഞാൻ ഭക്തനാ, എനിക്ക് ദൈവം മാത്രം മതി, ഞാൻ വേറൊന്നും, അത് അങ്ങനെ ഒരു സ്വയത്തിലേക്ക് അങ്ങനെ നീങ്ങുന്നുണ്ട്. ഒരിക്കലും ഒരു ദൈവമകന് എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്നാനപ്പെട്ടിട്ടൊക്കെ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുക. അപ്പം അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിങ്ങനെയാണ്, എന്നെ ഇപ്പം ഇച്ചിരി സമ്പന്നതയുണ്ട്, വൈഫിന് ജോലിയുണ്ട്, പുള്ളി പറഞ്ഞു എന്നെ ആരെങ്കിലും ഒക്കെ ശുശ്രൂഷയ്ക്ക് ഷെയർ ചെയ്ത്, ഞാൻ വളരെ സ്നേഹിക്കുന്നൊരു സഹോദരനാണ്, ഞാൻ ഒരിക്കലും ഒന്നും വാങ്ങത്തില്ലെങ്കിലും എന്തെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ കൊടുക്കും. ശരിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കുക, കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ വേദപുസ്തകത്തിലെ വ്യവസ്ഥ അതല്ല. വേദപുസ്തകത്തിലെ വ്യവസ്ഥ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ജീവിക്കണം. വേലക്കാരൻ കൂലിക്ക്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അപ്പം ദൈവ വ്യവസ്ഥ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ബ്രദറെ എന്താ പറയുക, ദൈവം നമ്മളിത് പഠിപ്പിക്കും. ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അന്ന് ഈ ചർച്ച് കൂടുതലും ഈ IPC ഫുള്ള് ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രയറിന് എന്നെ ഒത്തിരി സഭകളിൽ ഞാൻ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട് കേട്ടോ. വീടുകളിൽ, സഭകളെക്കാളും കൂടുതൽ വീടുകളിലെ ഫാസ്റ്റിംഗ് പ്രയർ. അപ്പം അന്നൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു സ്നേഹിതനെ, എനിക്കൊന്ന് മല്ലപ്പള്ളി ആ ഭാഗത്ത് കണ്ടൊരു കൂട്ടായ്മ, ആ വീടും അന്തരീക്ഷം കണ്ട് നമുക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞോട് പറയാം, പാവങ്ങളുടെ വീടാണെങ്കിലും ചാണകം വഴിയിടമാണെങ്കിലും നമുക്ക് ഒരു വൃത്തി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പം അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ കണ്ട് അത് തന്നെ എനിക്കൊരു നിർബന്ധമുണ്ട്. 10-15 കിലോമീറ്ററാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ വന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ദേവദാസനോട് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ പോവാം. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പ്രതിഫലം തന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ഇരിക്കണം. പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ പാവങ്ങൾ ദേവദാസൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൈസ കൊണ്ട് ഇറച്ചിയും മീനും എന്തോ അവർക്കത് സന്തോഷമല്ലേ, അവരെല്ലാം റെഡിയാക്കി. ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ കഴിക്കാൻ തരാം. മെയിനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു, 10-15 രൂപ നമുക്കറിയില്ല, വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്ത് വേണേ ഒരു ഉപവാസ സമയം ഒന്ന് പ്രാർത്ഥിച്ച്. അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അത് കഴിച്ചിട്ട് അവിടെ നിന്ന് വരുമ്പോൾ, ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അല്പം ഒരു നമുക്ക് കഴിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ചെല്ലാം വരുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. കാക്കയുടെ തുപ്പൽ വരണ്ട അപ്പമാണത് ഏലിയാവിന് കൊണ്ട് കൊടുത്ത്, ഇല്ലേ, കരുത് തോട്ടിൽ ആണോ. അപ്പം ദൈവം നമ്മളെ പലതിലൂടെ കൊണ്ടുപോകും. ദൈവം എന്തിനാ, ദൈവം തരും നമ്മൾ അനുഭവിക്കണം. എന്തിനാണ് ഈ മന്ന കൊടുത്തുവിട്ട്, എന്തിനാ മന്ന? ദൈവത്തിന്റെ കരുതലിൽ അവർ തൃപ്തിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു മന്ന എന്ന് പറയുന്നുണ്ട്, പരാതിപ്പെടുന്നു, എന്നും മന്ന എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തെ അനുഗ്രഹങ്ങളിൽ പെടുന്ന ദൈവിക നന്മകളുണ്ട്. ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവം ബില്ലിങ്ങിനെ നമ്മളെ റോബോട്ടല്ല ദൈവം കാണുന്നത്. ഒരിക്കൽ PG ഞങ്ങൾ പറഞ്ഞാണ്, ഒരു ദേവദാസൻ എന്നല്ല, ഒരു വിശ്വാസ കുടുംബം, അവർ ദൈവത്തിനെല്ലാം കൊടുക്കുന്നുണ്ട്. അവരെ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്നു, എല്ലാം ഉണ്ട്. വേണ്ടവണ്ണം യാതൊരു നമുക്ക് ആ കാണുന്ന ലെവലിലുള്ള സമ്പന്നതയെന്നല്ല, ഒരു കാര്യങ്ങൾ ക്ലിയറായിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരിക്കൽ പക്ഷേ ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ, ഒത്തിരി കടങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം ഈ അങ്കിള് ചോദിച്ചു, നിങ്ങളെല്ലാം കൃത്യമായിട്ട്, അദ്ദേഹത്തിന് അറിയാമല്ലോ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിപ്പിക്കുന്നൊരു ദിവസം, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെന്താ നിങ്ങൾക്ക് ആ ഒരു നന്മ വെളിപ്പെട്ട് വരാത്തെ? ഒരു ഭയങ്കര ഒരു കീ വേർഡാകട്ടെ, ഒരു ഭയങ്കര റെവലേഷനാണ്. ഈ അങ്കിള് വീട്ടിൽ പോയി രാത്രി ദിവസത്തിന് ഇരുന്നപ്പോൾ പറഞ്ഞു, അവൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളുണ്ട്, കൊടുക്കാൻ ചാടില്ല. അവൻ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ഈ ദാരിദ്ര്യം അവൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്, അറിയാമല്ലോ. ഒന്നും വേണ്ട, ഈ മനോഭാവങ്ങൾ ദൈവത്തോട് പലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എനിക്ക് സമ്പന്നത തരരുതേ, ഞാൻ അഹങ്കരിക്കും. ഞാൻ ചോദിക്കുന്നത്, അഹങ്കരിക്കുന്നവൻ്റെ കൊടുക്കണ്ട, വേണ്ട. ദൈവം പറയും വേണ്ട, നീ ഇപ്പം അത് ചെയ്തിട്ട് നിനക്ക് തന്നിട്ട് നീ അഹങ്കരിക്കണ്ട. പക്ഷെ താഴ്മ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എത്ര കിട്ടിയാലും അവരെന്ത് ചെയ്യും? അവർക്ക് അഹങ്കാരമില്ല. അപ്പം ആ പ്രാർത്ഥനയ്ക്ക് വരെ അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എനിക്ക് സമ്പന്നത തന്നാലും എന്റെ മനോഭാവം നല്ലതാക്കണമേ, അങ്ങനെ ഒരു പ്രാർത്ഥന പറ്റില്ല. എനിക്ക് നീ തരണം, പക്ഷെ അതിൽ ഞാൻ അഹങ്കരിക്കാൻ ഇടയാകല്ല. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണം, നമ്മളിൽ ഒതുങ്ങി കൂടാനല്ല. അതിലെ വേദോസ്തത്തിന്റെ വേഷം, നിങ്ങളിൽ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും. ദൈവത്തിന്റെ എപ്പോഴും കാര്യങ്ങളാണ്. അബ്രഹാമിനോട് എന്താ പറയുന്നത്? നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും. അതാ, അല്ലാതെ അബ്രഹാം എന്ന് പറയുന്ന സമ്പന്നിൽ ഒതുങ്ങാനല്ല. ഒടുവിൽ എന്ത് ചെയ്യുന്നറിയോ? ഈ മനുഷ്യനോട് ചോദിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ നെഗറ്റീവ് വേർഡുകൾ പറയാറുണ്ട്. പിന്നെ ഭാര്യ പറഞ്ഞു, ഇപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എല്ലാം ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ഇത്രയൊക്കെ മതി. വലിയവനായ ദൈവത്തെ ലിമിറ്റ് ചെയ്തു.
ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. പൗലോസ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇടുങ്ങിപ്പോയെന്നല്ലേ. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ പ്രസംഗിക്കുമ്പോഴെല്ലാം വേണ്ടാന്ന് പറയും. അതല്ലേ ആ ഗൾഫിൽ നോക്കുമ്പോൾ ഒരു വഴിക്ക് വേണ്ടി അവർ വന്നിരിക്കുക. ഞാൻ 2015 തീരുമാനമെടുത്തു, എനിക്ക് ഇന്നും ഞാൻ 10 കൊല്ലം നിന്ന വിദേശത്ത്, എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഇന്നും എനിക്കൊരു വിസ വേണമെങ്കിൽ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. പൈസ ഉണ്ടാക്കാൻ, എൻ്റെ സഭ ആള് പണിയാൻ, എൻ്റെ കുഞ്ഞിനെ പോകാൻ കഴിയും, ഞാൻ സമ്പത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് പോകത്തില്ല. ഞാൻ ദൈവത്തിന് എടുത്തിരുന്നു. അമേരിക്കയിലും ഭൂമിയുടെ അറ്റമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചേക്കുന്ന വിടുതൽ ശുശ്രൂഷ. ആ ശുശ്രൂഷ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വിസ അയച്ചാൽ പോകും. അല്ലാതെ ഒരു ഫ്രീ വിസ എടുത്തുകൊണ്ട് ഇവിടെ ദുബൈയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വരാമെങ്കിൽ എക്യുമെനിക്കൽ ചർച്ച് അത്യാവശ്യമുള്ളൂ എല്ലായിടവും എനിക്ക് അവിടുത്തെ കാര്യങ്ങളും അറിയാം. ഒന്ന് ശുശ്രൂഷിച്ച് വരുമ്പോൾ അത്യാവശ്യം നമ്മുടെ കാര്യം എനിക്ക് വേണ്ട. കാരണം സഭയിൽ വരുന്നവരറിയാമല്ലോ, സാധാരണക്കാർ സമ്പന്നനെ പോലെ ജീവിക്കുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൃത്യതയോടെ നിന്നാൽ നമുക്ക് വേണ്ടിയുള്ള വഴിയും വാതിലും പറഞ്ഞറിയാമല്ലോ. നമുക്ക് യൂട്യൂബിന് നമ്മളിപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവുകൾ, നമ്മൾ ഈ മാസാമാസം നമ്മുടെ ക്രൂസ് വീടിൻ്റെ ചിലവുകൾ അറിയാമല്ലോ. ഒരു കടമില്ല, ഒരു ബാധ്യതയില്ല. ദൈവം എന്താ നടത്തുന്നത്? ഞാൻ പറയുന്നത് എനിക്ക് വേണം. എന്തിന്? നിന്റെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക്. നമുക്ക് ഇപ്പം സമ്പന്നത വരുന്നു, ഈ വരുന്ന റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഇപ്പം ഭാഷ പറഞ്ഞു, ഭാഷന് അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഇല്ലായ്മയിൽ അവർ ഫുഡ് ഉണ്ടാക്കി. അപ്പം ആ ഫുഡ് ഉണ്ടാക്കിയതിനെ എന്ന് പറയുന്ന പോലെ നമ്മളിപ്പം ഒരുപാട് സാമ്പത്തികമുണ്ട്, നമ്മൾ ഒരുപാട് ഫുഡ് വാരി വരിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഈ ആർഭാടം. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ കാണുന്നൊരു ഭയങ്കര വിരോധാഭാസമാണ്. നമ്മൾ സ്വർണം വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഐഫോൺ എടുക്കുന്നതിനും 1.5 ലക്ഷത്തിൻ്റെ ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ നമുക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ സ്ഥലത്തുള്ള ഒരു തുണി വ്യാപാരി എന്താണെന്ന് പറഞ്ഞറിയോ? പെന്റക്കോസ്ത് വിശ്വാസികൾ വരണം ഇവിടെ നല്ല രീതിയിലുള്ള കോസ്റ്റ്ലിയുള്ള വസ്ത്രങ്ങൾ പോകണമെങ്കിൽ. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേരോ വ്യക്തികളോ പറയുന്നില്ല, ഇൻക്ലൂഡിങ് യു ആൻഡ് മീ. അത്രയും പറഞ്ഞ് നിർത്തിയാൽ കുഴപ്പമില്ലല്ലോ. അതായത് അവർ വരണം വസ്ത്രങ്ങൾ. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ സ്വർണ്ണം ഉപയോഗിക്കുന്നില്ല, മറ്റു കാര്യങ്ങളില്ല. 40,000 രൂപ ചെരുപ്പ്, ഞാൻ ആ ഭാഗത്തോട്ട് ഒന്നും കടക്കുന്നില്ല. എവിടെയാണ് ലാളിത്യം എന്ന് പറയുന്നൊരു സംഭവം ഇവിടെയാണ്. അപ്പം നമ്മൾ ഇതെല്ലാം വേർപാട് നമ്മൾ പറയുമ്പോൾ തന്നെ പലതിലും പല കാര്യങ്ങളും നമ്മൾ അത് ചെയ്യുന്നത് നല്ലത് തന്നെ. ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. പാസ്റ്റേഴ്സ് ഇടുന്ന ഡ്രസ്സ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു. ഒരു വൈറ്റ് ഡ്രസ്സ് ആണെങ്കിലും ഒരു മീറ്ററിന് എത്ര രൂപ വിലയുള്ള തുണികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ ബ്രദറെ, ഇപ്പൊ പറഞ്ഞില്ലേ, കപട നാടകം വേണ്ട. നമ്മൾ ദൈവം എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിരിക്കണം അല്ലേ. ഞാൻ അതിനകത്ത് പിന്നെ വഞ്ചന പറയും. വേദോസ്തം പറയുന്നുണ്ട്, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. യേശു ഉപമ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞേക്കുന്നത് ആദ്യം പറഞ്ഞു വഴിയരികിൽ അല്ലേ, പറവകൾ വന്ന് തിന്നുകളഞ്ഞു. രണ്ടാമത് പറയുന്നു പാറപ്പുറത്ത് വചന നിമിത്തം ഉപദ്രവം ഞെരുക്കം വന്നാൽ ക്ഷണത്തിൽ ഇടറിപ്പോന്ന് വെച്ചാൽ സൂര്യൻ വന്ന് മുള്ളിനിടയിൽ വീഴുന്നതിനകത്താണ് ധനത്തിന്റെ വഞ്ചന. ഈ ലോകത്തിന്റെ പ്രൗഢിയെക്കുറിച്ച് പറയുന്നുണ്ട്. ധനത്തിന് വഞ്ചനയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വീട്ടിൽ ഭക്ഷണം ഉപയോഗിക്കാൻ ഗ്യാസ് വേണ്ട, കുക്കിംഗ് ഗ്യാസ് വേണം. പക്ഷെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലോ, ഒരാൾ പറയും ഒരാൾ ഇന്നലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു, അവിടെ പൊട്ടിത്തെറിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ ഒരാൾക്ക് സുഖമായിട്ട് കുക്ക് ചെയ്യാൻ ഒക്കും. വേണേ അല്ലാതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറ മറ്റേന്നകത്തുണ്ട്. ഇത്രയും സൗകര്യമായിട്ട് പറ്റുമോ? ഇലക്ട്രിസിറ്റി നമുക്ക് വേണ്ടായോ? എന്നാൽ അപകടമല്ലേ? ലൈൻമാൻമാരെ നമുക്കറിയാം, ഒത്തിരി പേര് ഇതിൽ അപകടത്തിൽ മരിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ആരും ഉപയോഗിക്കാതിരിക്കുമെന്ന്. പക്ഷെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ധനം നമ്മുടെ യജമാനനാകരുത്. കർത്താവ് പറഞ്ഞു 2 യജമാനന്മാരെ സേവിക്കാനൊക്കത്തില്ല, പറഞ്ഞില്ലേ? ഈ 2 യജമാനന്മാരിലെ ഒരാൾ മാമോൻ എന്ന് പറയുന്ന ധനം തന്നെ, അവനെ നമുക്ക് നൽകിയിരിക്കുക. വേദോസ്തത്തിന്റെ രീതി പറഞ്ഞ നമ്മുടെ നന്മയുടെ ഒരു ഭാഗം. പക്ഷെ അവൻ നമ്മുടെ യജമാനനായ 2 യജമാനന്മാരെ കർത്താവ് പറഞ്ഞു, നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം ഇരിക്കും. ആ ധനവാനായ ചെറുക്കൻ എന്താണ് ദുഃഖത്തോട് പോയത്? അവൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഈ ധനമായിരുന്നു അല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിനായിട്ട് വിശ്വാസകോളത്തിൽ അല്ല, ആ പാസ്റ്റർമാരെ കണ്ടില്ലയോ ഒരു വലിയ കാറല്ലേ വലിയ ഇതൊന്നും ചോദിച്ച് വരരുത്. അവർക്കൊക്കെ ഒത്തിരി കരയുന്ന, ഒത്തിരി നിന്ന അനുഭവിച്ച, ഒത്തിരി പരാജയം അനുഭവിച്ച കഥകൾ അവർക്കൊക്കെ പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 25 വർഷം കടന്നു വന്നെങ്കിലും എനിക്ക് ഒരു നല്ല തൊഴിലും കാര്യങ്ങളും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ 8-9 വർഷം അല്ലാത്ത കഠിനമായ ശോധനയിലൂടെ ഞാൻ പോയി. ദൈവം എന്നെ ഒത്തിരി പഠിപ്പിച്ചു. ആ കഷ്ടത എന്നെ ഒത്തിരി. പക്ഷെ എനിക്ക് ദൈവം തന്ന വെളിപ്പാട്, ദൈവിക നന്മകളുണ്ട്, വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ലഭിക്കുന്ന ദൈവത്തിന് കൊടുക്കുകയും മറ്റുള്ളവരെ നമ്മൾ പരസ്യമായിട്ട് കൊടുക്കാറില്ലല്ലോ. എനിക്ക് സഹായിക്കുന്ന, വാങ്ങുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് കൊടുക്കുന്നു. പൗലോസ് പറഞ്ഞൊരു ഭാഗ്യം. എനിക്ക് ആ കിട്ടുന്നൊരു സന്തോഷം വലുതാണ്.
ഞാൻ ആ ഭാഗത്തോട്ട് കടക്കുന്നില്ല. ചുരുക്കമായി പറഞ്ഞാൽ ഈ ധനവാനെന്ന് പറഞ്ഞൊരു ദൈവമക്കളോ ദൈവാസന്മാരോ ബന്ധപ്പെട്ടിരുന്നത് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയല്ല. ഈ ധനം എങ്ങനെ കൈകാര്യം ചെയ്ത് പറഞ്ഞു, അത് നമ്മളിൽ നമ്മുടെ മക്കൾക്ക് ഒത്തിരി വാരിക്കൂട്ടി മറ്റുള്ളവർക്ക് ഒത്തിരി എന്തോ പറയുന്നത് ഒരു പ്രയാസമുണ്ടാ കാണുമ്പോൾ തന്നെ ചോദ്യങ്ങൾ ആ ലെവലിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ നമ്മുടെ ഒരു രാജ്യം ഉണ്ടാക്കുന്ന പോലെ ആവരുത്. നമുക്ക് അനുഗ്രഹമുണ്ട്, നമുക്ക് അനുഗ്രഹം അനുഭവിക്കുന്നത്. ഇപ്പം എൻ്റെ മക്കൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ദൈവം തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്, അല്ലേ? എൻ്റെ കുഞ്ഞ് അപ്പം ഏതെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ സാരമില്ല മക്കളെ, നീ വില കുറഞ്ഞ ചെരിപ്പിട്ടാ മതിയടാ, നീ അത് പറയുമ്പോൾ തന്നെയാണ് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നത്. നമ്മൾ ഈ ദാരിദ്ര്യം എല്ലാം പറയുന്ന ആൾക്കാർ അവരുടെ മക്കളുടെ കാര്യം വരുമ്പോൾ അവരെ സ്കൂളിൽ വിടുമ്പോൾ ഏറ്റവും നല്ല സ്കൂളിൽ വിടാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് തെറ്റുമാണ്. ഒരിക്കലും ദേവദാസൻ പറഞ്ഞു ഒന്നും വേണ്ട, ദാരിദ്ര്യം മാത്രം പറഞ്ഞ ഒരാള് ഇവിടുന്ന് പോവാം, ബാംഗ്ലൂരിൽ പോവാം. അപ്പൊ അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ റിസർവ് ചെയ്ത്, അറിയാമല്ലോ, കംഫോർട്ട് AC ബുക്ക് ചെയ്ത്. ഒരാൾ ചോദിച്ചു എന്തിനാ, അത് പിന്നെ യാത്ര സുഖമായിരിക്കണ്ടേ? അപ്പം യാത്രയെ നമ്മൾ ഇവിടെ ഭൂമി യാത്രയല്ല. നമുക്കറിയാം പൗലോസ് പറഞ്ഞു ഉയരത്തിലുള്ള ചിന്തിപ്പീൻ, ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കണം. നമ്മുടെ പൗരത്തെ ഇവിടെ സ്വർഗത്തിൽ. പക്ഷെ ഇവിടെ സുവിശേഷം അറിയിക്കാനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക്, അതായത് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, സമ്പത്തുണ്ടാക്കാൻ അവനാണല്ലോ ശക്തി തരുന്നത്. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം നമുക്കറിയാം. ഇപ്പം ഇന്ന് ഈ മീഡിയയിലൂടെ ചെയ്യണം, നമുക്ക് ചിലവില്ലയോ? ക്രൂസൈഡിന് ചിലവില്ലയോ? നമ്മൾ ചുമ്മാതെ കയറി പരസ്യ ശുശ്രൂഷ പരസ്യ യോഗമൊന്നും നടത്തിപ്പോവല്ല. നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ മാസവും നല്ലൊരു എമൗണ്ട് വേണ്ട നമുക്ക്. അത് മനോഭാവത്തിൽ ഇത് വേണ്ടെന്നല്ല. ഈ ദാരിദ്ര്യമെന്ന് പറയുന്ന കൊടും ശാപത്തിൽ നമ്മൾ പോകല്ലേ. നമ്മളെ വഞ്ചിക്കുന്ന ധനത്തിൻ്റെ വഞ്ചനയിലോട്ടും പോകല്ലേ. ബാലൻസ് ചെയ്ത് കർത്താവേ നിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രൊവിഷനുണ്ട്. ആ അനുഗ്രഹങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം അനുഭവിക്കാം. അല്ലാതെ പുതിയതായിട്ട് വരുന്നവരെ അങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ട്. നിങ്ങൾ ഒന്ന് വെച്ചാൽ 2 തരാം എന്ന് വെച്ചതോ ഒരു ധനമെന്നൊരു കൺസെപ്റ്റ് അവർ അകത്തോട്ട് ഇടരുത്. യേശുവാണ് അവർ. യേശു ധനമാണ്, യേശു നന്മയാണ്, യേശു അനുഗ്രഹം. യേശു എന്ന് പറയുന്ന നിത്യജീവനും രക്ഷയും വരുമ്പോൾ അവർക്ക് പിന്നെ ഒരു വ്യത്യാസം വരും. അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊരു തലത്തിലേക്ക് അവർ വരും. പക്ഷെ അത് ദാരിദ്ര്യമായിട്ട് മാറരുത്, അല്ലേ? കാരണം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം. പലരും ചിന്തിക്കും ഈ ദൈവദാസന്മാരെ എന്താ ഈ നല്ല വാഹനം. ഞാൻ ചോദിക്കുന്നത് അതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ ചോദിക്കട്ടെ. ഈ ദേവദാസന്മാരെന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ടിരുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനെ വിമർശിക്കുമ്പോൾ പറയുന്നത്, പൗലോസ് തന്റെ അന്ത്യ സമയങ്ങളിൽ ശിഷ്യനോട് പറയുന്നു, നീ എനിക്കൊരു പുതപ്പുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു പുതപ്പ് മാത്രം, ചർമ്മലിഖിതം. അപ്പൊ അതുപോലെ ഉള്ള അങ്ങനല്ല എന്റെ കാഴ്ചപ്പാട്. ഈ ജയിലിൽ എന്തോ ഇപ്പം തന്നെ നമുക്കറിയാം, ജയിലിൽ എന്തോ കട്ടിലും കൊണ്ട് പോകണം. പുള്ളി പുതപ്പ് ചർമ്മലിഖിതം പുസ്തകം എന്ന് പറഞ്ഞാൽ പുള്ളി പുസ്തകം വായിക്കുന്ന ആളാ. ജ്ഞാനിയായിരുന്നു. പുതപ്പ് ചർമ്മലിഖിതങ്ങൾ അന്നത്തെ പുള്ളി പറഞ്ഞ അതേ പൗലോസിലെ പറഞ്ഞ എനിക്കിപ്പോ വേണ്ടുവോളം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്. പൗലോസ് യഥാർത്ഥത്തിൽ ദരിദ്രനായിരുന്നു ഒരിക്കലും പോലെ. ഞാൻ ചോദിച്ചോട്ടെ, ഫെലിക്സുമായിട്ട് ചെയ്യുന്നോണ്ട് രാജാവിൻ്റെ ഇടയ്ക്ക് നിന്ന് വാദിക്കുമ്പോൾ എത്ര പ്രാവശ്യം കേസ് മാറ്റിവെച്ചു വേദം സമാജിച്ചിട്ടുണ്ടോ? ആ ഭാഗം അറിയാമല്ലോ. എന്തോന്നറിയോ, ഇവൻ ദ്രവ്യം കൊടുക്കുമെന്ന് വിചാരിച്ച്. ഇപ്പം സാധാരണ ഒരു കുറ്റവാളി ഒരു ക്രിമിനൽ വന്ന് എന്നാണ് ആരാ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം ധനമുണ്ടായിരുന്നത് നന്മ, പക്ഷെ താൻ ലാഭമായിരുന്ന മുഴുവൻ ആ ലാഭം എന്നുള്ളതും വേദം പറയുന്നുണ്ട്. താൻ എന്തോ ഛേദമെന്ന് എണ്ണിയെന്ന് അറിയാമല്ലോ. 8-ാം നാൾ പരിചാനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യൻ. പുള്ളിയുടെ പദവികളെ പുള്ളി പറയുന്ന പൊസിഷൻ, പദവികൾ പറയുമ്പോൾ തന്നെ സാമ്പത്തികം അത് ഒന്നും പറയുന്നില്ല. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത്, കാരണം പുള്ളിക്ക് അവിടെ ഗമാലിന്റെ പാദമെടുത്തിരുന്ന് പഠിച്ച ആളാ. പൗലോസേ, നിന്റെ ജ്ഞാനം കൊണ്ട് നിനക്ക് ബുദ്ധിഭ്രമം വന്നിരിക്കുന്നില്ലേ പറഞ്ഞേക്കും. അത്ര ഭയങ്കര സംഭവമാണ്. ചരിത്രകാരന്മാരായിട്ടും പല പ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കാം, അദ്ദേഹത്തിന് കപ്പലുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ചരിത്രം അറിയാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. പക്ഷെ വേറെ പട്ടിണി പൈതാഹം പുള്ളി പറയുന്നുണ്ട്, ശീലിച്ചിട്ടുണ്ട്. പട്ടിണി പൈതാഹം വന്നു. പക്ഷെ എനിക്കറിയാം, ഞാനതാ മറ്റേ ദേവദാസിന്റെ ഉദാഹരണം പറഞ്ഞത്. ഇതിന് നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സ്, ഞാനിപ്പോൾ ചിന്തിക്കുക, ഞാൻ ഉടുപ്പിടുന്നില്ല, ചെരുപ്പിടുന്നില്ല. ഇപ്പം നമ്മുടെ ഗാന്ധിജി കണ്ടോ, വസ്ത്രം എല്ലാം ചുരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കയറാമെന്ന് ആരും ചിന്തിക്കണ്ട. ഇനിയും ധനം ഒത്തിരി ഉണ്ടാക്കിയ സ്വർഗരാജ്യത്തിൽ കയറാവുന്നല്ല. ഇനിയും ധനം ഉണ്ടാക്കി കയറാൻ ഒക്കത്തില്ല. ഇതൊന്നുമല്ല വിഷയം. യേശുവിൻ്റെ രക്തത്താലുള്ള നീതിയാണ്. ഇവിടെ ജീവിക്കുന്ന ജീവിതം ദൈവനാമ മഹത്വത്തിനായിട്ട് മാറണം. പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങളെല്ലാം വിട്ടിറങ്ങി ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? എന്തോ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമനിമിത്തം
അപ്പനെയോ അമ്മയോ വസ്തുവകകളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ വിത്ത് പേഴ്സിക്യൂഷൻ എന്നാ പറഞ്ഞത്, ഉപദ്രവങ്ങളോടുകൂടി. എത്ര ഇരട്ടി തരാമെന്ന് എത്ര പറഞ്ഞു? 100 മടങ്ങ്. അതിന്റെ അർത്ഥം പറഞ്ഞറിയോ? എന്തെന്ന് പറയോ? അതെന്തോ കർത്താവ് പറയുന്നത്? സാമ്പത്തികമാണേല് എന്താണേലും അതിന് 100 മടങ്ങ്. നിലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? മെറ്റീരിയലല്ലേ വരുന്നത്? നിലങ്ങളെ, വസ്തു, അപ്പനായാലും അമ്മയായാലും അല്ലേ? എനിക്ക് എൻ്റെ അപ്പനും അമ്മയും ഭൂമിയിലില്ല, പക്ഷേ ധാരാളം മാതാക്കളും പിതാക്കളും ചർച്ചിൽ വരുന്നു. അവരെ ഞാൻ എൻ്റെ മാതാവും പിതാവായിട്ട് കാണും, അല്ലെ? സഹോദരങ്ങൾ. എന്താണ് ഈ ലോകത്തിൽ വെച്ച്? അതേക്കുറിച്ച് അറിയോ? വെളിപ്പാടറിയോ? ഉപദ്രവങ്ങളോട് കൂടി. കാരണം ദൈവനാമത്തിന് വേണ്ടി ഞാൻ എൻ്റെ തൊഴിലും എല്ലാം ഉപേക്ഷിച്ച ഒരാളാണ്. അതിൻ്റെ ഈ ഭൂമിയിൽ ഉപദ്രവങ്ങളോട് കൂടി എന്ന് പറഞ്ഞാൽ എന്തോ ഉപദ്രവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടെ കാണുന്ന കണ്ടില്ലേ? അവൻ പോകുന്ന വാഹനം കണ്ടോ? അവൻ വെച്ച വീട് കണ്ടോ? ഇവൻ എവിടുന്ന് കിട്ടി? കാരണം ആ കേൾക്കുന്നതും ആ നൊമ്പരമാണ്, ഉപദ്രവങ്ങളോട് കൂടെ. കാരണം ഈ ലോകത്ത് വെച്ച് എന്ത് തന്നാൽ ഈ ലോകമല്ല, നമുക്ക് ക്ഷണിക ലോകമല്ലേ, ഇത് വീണ ലോകമാണ്. ഇവിടെ നന്മകൾ തരും. ആ നന്മകൾ പരിജ്ഞാനത്തോടെ ദൈവനാമം ദുഷിക്കപ്പെടാതെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.